പുന്നാശ്രീ അയ്യപ്പ സുബ്രഹ്മണ്യ ക്ഷേത്ര ഉത്സവത്തിനിടെ എറിഞ്ഞ ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ യുവാവ് മരിച്ചു. മുതുവട്ടൂർ സ്വദേശി നിസാമാണ് മരിച്ചത്. ദേശീയപാത ആമ്പലൂരിൽ വൻ ഗതാഗതക്കുരുക്ക്. അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണമാണ് ഗതാഗതക്കുരുക്കിനിടയാക്കിയത്. പ്രതിഷേധത്തെ തുടർന്ന് അടച്ച യു ടേൺ തുറന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മുഖമുദ്ര സ്ത്രീവിരുദ്ധതയാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. സൈനിക മേധാവി കേണൽ സോഫിയ ഖുറേഷിയെ ബിജെപി മന്ത്രി അപമാനിച്ച സംഭവം കേന്ദ്ര സർക്കാരിന്റെ സ്ത്രീവിരുദ്ധതയ്ക്ക് ഉദാഹരണമാണെന്നും രമേശ് ചെന്നിത്തല. പി ശ്രീരാമന്റെ വൃഷ്ടിപ്രദേശത്ത് ചെളിയിൽ കുടുങ്ങിയ കാട്ടാനക്കുട്ടി ചെരിഞ്ഞു. കാട്ടാനക്കുട്ടിയെ രക്ഷിക്കുന്നതിനായി വനം വകുപ്പും നാട്ടുകാരും നടത്തിയ ശ്രമം വിഫലം. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ വലിയ വിളക്ക് വെള്ളിയാഴ്ച ആഘോഷിക്കും. പള്ളിവേട്ട ശനിയാഴ്ച. പന്നിത്തടത്ത് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി മുന്നറിയിപ്പില്ലാതെ കിഫ്ബി കമ്പനി ജീവനക്കാർ കേരള വിഷന്റെ ഫൈബർ കേബിളുകൾ മുറിച്ചു. മേഖലയിലെ ഇന്റർനെറ്റിന്റെയും CCTVയുടെയും സിഗ്നൽ വിതരണം തടസ്സപ്പെട്ടു. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. പുന്നാശ്രീ അയ്യപ്പ സുബ്രഹ്മണ്യ ക്ഷേത്ര ഉത്സവത്തിനിടെ ഇടഞ്ഞ ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ യുവാവ് മരിച്ചു. മുതുവട്ടൂർ സ്വദേശി പോക്കാക്കില്ലത്ത് വീട്ടിൽ നിസാമാണ് മരിച്ചത്. മുതുവട്ടൂരിൽ ഓട്ടോ ഡ്രൈവറായിരുന്നു. കഴിഞ്ഞ മാസം 30-ാം തീയതി ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് എഴുന്നള്ളിപ്പുമായി പോകും വഴി മരുതിയൂർകുളങ്ങര മഹാദേവൻ എന്ന ആന ഇടയുകയും നിസാമിനെ വലിച്ചിഴച്ച് കുത്തുകയും പാപ്പാനെ തൂക്കിയെടുത്ത് നിലത്തിടുകയും ചെയ്തിരുന്നു. അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി ദേശീയപാത നിർമ്മാണ കമ്പനി ആമ്പലൂരിലെ യു ടേൺ തുറന്നു. വാഹനത്തിരക്ക് രൂക്ഷമായതോടെയാണ് കഴിഞ്ഞ ദിവസം അടച്ച യു ടേൺ തുറന്നത്. അടിപ്പാതയുടെ പണിക്കായി സർവീസ് റോഡിനോട് ചേർന്ന് കാന കയറിയതോടെയാണ് ആമ്പലൂരിൽ വീണ്ടും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. വരന്തരപ്പള്ളി കല്ലൂർ ഭാഗങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങൾ പുതുക്കാട് സിഗ്നൽ ജംഗ്ഷനിലെത്തി തൃശൂർ ഭാഗത്തേക്ക് പോകേണ്ട വിധമായിരുന്നു നിയന്ത്രണം. വ്യാഴാഴ്ച രാവിലെ മുതലാണ് പുതിയ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ആമ്പലൂരിലെ തിരക്ക് നിയന്ത്രിക്കാൻ ചാലക്കുടി ഭാഗത്തേക്കുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രവും അധികൃതർ അടച്ചു. അടിപ്പാതയുടെ റോഡ് പണിക്കായി കാന കോരിയതുമൂലം നിലവിലുള്ള റോഡ് അടച്ച് വാഹനങ്ങൾ തിരിച്ചുവിടുകയായിരുന്നു. ആമ്പലൂരിൽ നിന്ന് വാഹനങ്ങൾ ചാലക്കുടി ഭാഗത്തേക്കുള്ള സർവീസ് റോഡിലൂടെയാണ് കടത്തിവിട്ടത്. വാഹനങ്ങൾ പുതുക്കാട് സ്റ്റാൻഡിലെത്തി ദേശീയപാതയിലേക്ക് പ്രവേശിച്ച് ചാലക്കുടി ഭാഗത്തേക്ക് വിടുകയായിരുന്നു. സർവീസ് റോഡിലൂടെ എല്ലാ വാഹനങ്ങളുടെയും യാത്ര കടത്തിവിട്ടതോടെ മേഖലയിൽ വലിയ ഗതാഗതക്കുരുക്കായി. ആമ്പലൂരിൽ നിന്ന് പാലിയേക്കര ടോൾ പ്ലാസയും കടന്നും വാഹനങ്ങളുടെ നിര നീണ്ടു. ബസ്സുകൾ മുന്നിലേക്ക് കയറി സർവീസ് റോഡിനോട് ചേർന്ന് നിർത്തണമെന്നും നിർമ്മാണ കമ്പനി അധികൃതരുടെ നിർദ്ദേശമുണ്ടായിരുന്നു. ഇതും ദേശീയപാതയിൽ വാഹനത്തിരക്കിന് കാരണമായി. വൈകിട്ടോടെ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങുകയാണെന്ന് അറിയിച്ചതോടെ അടച്ച യു ടേൺ തുറക്കുകയായിരുന്നു. ആമ്പലൂരിൽ സർവീസ് റോഡിന്റെ വീതി കൂട്ടി ടാറിടുന്നതിനുള്ള നടപടിയും കമ്പനി ആരംഭിച്ചിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മുഖമുദ്ര സ്ത്രീ വിരുദ്ധതയാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് JB മേത്തർ നയിക്കുന്ന സാഹസ് യാത്രയ്ക്ക് പന്നിത്തടത്ത് നൽകിയ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള സർക്കാർ സ്ത്രീ സുരക്ഷയ്ക്കായി ഒരു പ്രാധാന്യവും നൽകുന്നില്ല. കേരളത്തിൽ സ്ത്രീകൾ ദിനംപ്രതി വിവിധ ആക്രമണങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. ആക്രമികൾ സംരക്ഷിക്കപ്പെടുന്ന സാഹചര്യവും കേരളത്തിലുണ്ട്. അതുപോലെ തന്നെയാണ് കേന്ദ്ര സർക്കാരിനും സ്ത്രീകളോടുള്ള സമീപനം. ഓപ്പറേഷൻ സിന്ദൂറിന് നേതൃത്വം നൽകി രാജ്യത്തിന് അഭിമാനമായി മാറിയ സൈനിക മേധാവി കേണൽ സോഫിയ ഖുറേഷിയെ BJP മന്ത്രി അപമാനിച്ച സംഭവം കേന്ദ്ര സർക്കാരിന്റെ സ്ത്രീ വിരുദ്ധതയ്ക്ക് ഉദാഹരണമാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. പൊതുയോഗത്തിന് KPCC മെമ്പർ ജോസഫ് ചാലിശ്ശേരി, KPCC നിർവാഹക സമിതി അംഗം MP വിൻസെന്റ്, മുൻ MP രമ്യ ഹരിദാസ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷറഫുദ്ദീൻ പന്നിത്തടം, മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് T നിർമ്മല, DCC സെക്രട്ടറി VK രഘുസ്വാമി തുടങ്ങിയവർ സംസാരിച്ചു. നമ്മളെല്ലാവരും ഒത്തുകൂടിയിരിക്കുകയാണ്. മുൻ ചെയർമാൻ ആ നിലയിൽ സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് നീതി കൊടുക്കാത്ത ഈ ഗവൺമെന്റിനെതിരെയുള്ള പോരാട്ടം ശക്തിപ്പെടുത്തണം. കേന്ദ്ര ഗവൺമെന്റിനെതിരെയുള്ള പോരാട്ടം ശക്തിപ്പെടുത്തണം. സോഫിയ ഖുറേഷിയാണ്. ആ സോഫിയ ഖുറേഷി പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള ജനസേവാ കേന്ദ്രമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഓഫീസുകളെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല MLA. നവീകരിച്ച കുന്നംകുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന്റെയും ഇന്ദിരാഗാന്ധി കോൺഗ്രസ് ഭവൻ CT ഗീവർ മാസ്റ്റർ സ്മാരക കോൺഫറൻസ് ഹാളിന്റെയും ഉദ്ഘാടനം രമേശ് ചെന്നിത്തല MLA നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു. ഇടതുപക്ഷത്തിന്റെ ദുർഭരണം കേരളത്തെ പരിപൂർണമായി തകർത്തിരിക്കുകയാണെന്നും
പാർട്ടിക്കാരല്ലാത്ത ആളുകൾക്ക് കേരളത്തിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളതെന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. കോൺഗ്രസ് കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് PI തോമസ് അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, മുൻ MLA TV ചന്ദ്രമോഹൻ, മുൻ UDF ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി, DCC സെക്രട്ടറിമാരായ KC ബാബു, CI ഇട്ടിമാത്തു, ബിജോയ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ജനങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കയറി വരാൻ കഴിയുന്ന, ഏത് ആപരാധികളും പറയാൻ കഴിയുന്ന ഓഫീസുകളാണ് കോൺഗ്രസ് ഓഫീസുകൾ. അതുകൊണ്ടാണ് ഗാന്ധിജിയുടെ കാലം മുതൽ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കാലം മുതൽ കോൺഗ്രസ് ഓഫീസുകൾ പൊതുജനങ്ങൾക്ക് വേണ്ടി ഉള്ള ജനസേവാ കേന്ദ്രങ്ങളായി പ്രവർത്തിച്ചു വന്നിട്ടുള്ളത്. ഇവിടെ ആർക്കും കടന്നു വരാം, ആർക്കും അവരുടെ പരാതികൾ, ആപരാധികൾ, അവരുടെ പ്രശ്നങ്ങൾ. പീച്ചി ഡാമിന്റെ വൃഷ്ടി പ്രദേശമായ പ്ലാക്കോട് കച്ചിത്തോട് മേഖലയിൽ ചെളിയിൽ കുടുങ്ങിയ ആനക്കുട്ടി ചെരിഞ്ഞു. ആനക്കുട്ടിയെ രക്ഷിക്കുന്നതിനായി വനംവകുപ്പ് നാട്ടുകാരൻ നടത്തിയ ശ്രമം വിഫലമായി. വലിയ ആനകൾ കുട്ടിയാനയുടെ അടുത്തു നിന്നും മാറിയതിനു ശേഷം ആനക്കുട്ടിക്ക് വൈദ്യസഹായം നൽകുന്നതിനായി വെറ്ററിനറി ഡോക്ടർമാർ എത്തിയിരുന്നുവെങ്കിലും അപ്പോഴേക്കും ആനക്കുട്ടി ചെരിഞ്ഞിരുന്നു. ആനക്കുട്ടിക്ക് ഏകദേശം 2 മാസം പ്രായമുള്ളതായി വനംവകുപ്പ് അധികൃതർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് കാട്ടാനക്കൂട്ടം പീച്ചി ഡാം വൃഷ്ടി പ്രദേശത്ത് എത്തിയത്. അതിരപ്പള്ളി കണ്ണൻകുടിയിൽ കാട്ടാനകൾ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങി കാർഷിക വിളകളും വീടും നശിപ്പിച്ചു. രാജീവ് എന്നയാളുടെ വീടിന്റെ പിൻഭാഗമാണ് ആന തകർത്തത്. ചുമരും വാതിലും അടർന്നു വീണു. കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നും വനപാലകർ സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KK റിജേഷും റവന്യൂ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു. വടക്കാഞ്ചേരി അകമലയിൽ 3 കാട്ടാനകൾ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ചേപ്പലക്കോട്, തുമാനം, പട്ടാണിക്കാട് റോഡ് എന്നിവിടങ്ങളിലാണ് കാട്ടാന കൃഷി നശിപ്പിച്ചത്. വെള്ളാങ്കണ്ടത്ത് ഗോവിന്ദൻകുട്ടി, ജിജോ പാലത്തിങ്കൽ, സാബു കൊട്ടാരത്തിൽ, പത്മനാഭൻ കക്കൂത്ത്, രമ ഈച്ചിരത്ത്, രത്നാകരൻ കക്കൂത്ത് എന്നിവരുടെ പറമ്പിലെ കൃഷിയാണ് നശിപ്പിച്ചത്. കാട്ടാന ശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടി 18 ലക്ഷം രൂപ ചെലവഴിച്ച് സോളാർ ഫെൻസിംഗ് മേഖലയിൽ സ്ഥാപിച്ചിരുന്നു. അതേസമയം പണി പൂർത്തീകരിച്ച് ഒരാഴ്ച മുൻപ് കണക്ഷൻ കൊടുത്ത് ഫെൻസിംഗ് പ്രവർത്തിപ്പിച്ചുവെങ്കിലും കാട്ടാന ശല്യം മൂലമുള്ള ദുരിതത്തിന് യാതൊരു പരിഹാരവുമായില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. രൂക്ഷമായ കാട്ടാന ശല്യത്തിൽ നിന്ന് ജനങ്ങൾക്ക് മോചനം വേണമെന്നാവശ്യപ്പെട്ട് കോടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ് ചായപ്പൻകുഴി ഫോറസ്റ്റ് സ്റ്റേഷന് മുൻപിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ MLA സനീഷ് കുമാർ ജോസഫുമായി നടത്തിയ ചർച്ചയിൽ RRT ടീമിന്റെ പ്രവർത്തനം ചായപ്പൻകുഴിയിൽ സ്ഥിരമായി ഏർപ്പെടുത്താൻ തീരുമാനിച്ചതിനെ തുടർന്ന് സമരം അവസാനിപ്പിച്ചു. വെറ്റിലപ്പാറയിൽ നടക്കുന്ന ഫെൻസിംഗ് നിർമ്മാണം ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കുമെന്നും റേഞ്ച് ഓഫീസർ അറിയിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും സ്ഥലത്തെത്തിയിരുന്നു. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമഠത്തിൽ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ PK ജേക്കബ് എന്നിവരും തഹസിൽദാർ KA ജേക്കബും സമരം നടത്തിയ പഞ്ചായത്ത് പ്രസിഡന്റുമായി സംസാരിച്ചു. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ വലിയ വിളക്കാഘോഷം വെള്ളിയാഴ്ച. ശനിയാഴ്ച പള്ളിവേട്ട ആഘോഷിക്കും. ഈ വർഷത്തെ ഉത്സവത്തിലെ അവസാന വിളക്കാഘോഷമാണ് വെള്ളിയാഴ്ച നടക്കുക. സന്ധ്യയോടെ ക്ഷേത്രവും പരിസരവും ലക്ഷദീപങ്ങളാൽ നിറയും. കൂടാതെ പള്ളിവേട്ട ആൽത്തറയിലും കുട്ടിലാക്കൽ പറമ്പിലെ ദേവസ്വം കെട്ടിടത്തിലും ദീപം തെളിയിക്കും. വൈകിട്ട് നടക്കുന്ന വിളക്കാഘോഷം ദർശിക്കാൻ ആയിരങ്ങളാണ് സംഗമേശ്വര സന്നിധിയിലേക്ക് ഒഴുകിയെത്തുക. രാത്രി നടക്കുന്ന വിളക്കെഴുന്നള്ളിപ്പിന് 17 ഗജവീരന്മാർ അണിനിരക്കും. മേളത്തിന് പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ പ്രാമാണികത്വം വഹിക്കും. ശനിയാഴ്ച ക്ഷേത്രത്തിൽ പള്ളിവേട്ട ആഘോഷിക്കും. വർഷത്തിലാദ്യമായി ഭഗവാൻ ക്ഷേത്രമതിൽക്കെട്ടിനകത്തു നിന്ന് പുറത്ത് ഇറങ്ങുക പള്ളിവേട്ട ദിവസമാണ്. ക്ഷേത്രമതിൽക്കെട്ട് വിട്ട് പുറത്തിറങ്ങുന്ന ഭഗവാന് കേരള പോലീസ് റോയൽ സല്യൂട്ട് നൽകി ആദരിക്കും. ഈ മാസം 18-ാം തീയതി രാപ്പാൾ ആറാട്ടുകടവിൽ നടക്കുന്ന ആറാട്ടോടെ ഈ വർഷത്തെ ഉത്സവത്തിന് സമാപനമാകും. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ 7ാം ഉത്സവം ആഘോഷിച്ചു. രാവിലെ നടന്ന ശിവേലി ദർശിക്കാൻ നിരവധി ഭക്തരാണ് ക്ഷേത്ര സന്നിധിയിലെത്തിയത്. പ്രദക്ഷിണങ്ങൾ പൂർത്തീകരിച്ച ശേഷം കിഴക്കേ നടപ്പുരയിൽ ആരംഭിച്ച പഞ്ചാരി മേളത്തിന് ചേറൂർ രാജപ്പന്മാരാർ പ്രാമാണികത്വം വഹിച്ചു. 17 ഗജവീരന്മാർ അണിനിരന്ന ശിവേലിക്ക് കൊമ്പൻ പീച്ചിയിൽ രാജീവ് തിടമ്പേറ്റി. കുട്ടൻകുളങ്ങര അർജുനനും പല്ലാട്ട് ബ്രഹ്മദത്തനും കൂട്ടാനകളായി.
പന്നിത്തടം സെന്ററിലെ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി മുന്നറിയിപ്പില്ലാതെ കിഫ്ബി കമ്പനി ജീവനക്കാർ കേരള വിഷന്റെ ഫൈബർ കേബിളുകൾ മുറിച്ചു. മേഖലയിലെ ഇന്റർനെറ്റിന്റെയും സിസിടിവിയുടെയും സിഗ്നൽ വിതരണം തടസ്സപ്പെട്ടു. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡ് വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പന്നിത്തടം സെന്ററിലെ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റുന്നതിനിടയിലാണ് ഒപ്റ്റിക്കൽ ഫൈബർ ഉൾപ്പെടെയുള്ള കേബിളുകൾ മുറിച്ചത്. പഞ്ചായത്ത്, വില്ലേജ്, അക്ഷയ സെന്റർ ഉൾപ്പെടെയുള്ള ഓഫീസുകളിൽ ഇന്റർനെറ്റ് കണക്ഷൻ കിട്ടാതായതിനാൽ ഉദ്യോഗാർത്ഥികളും മറ്റ് അപേക്ഷകരും സർട്ടിഫിക്കറ്റുകൾ ലഭിക്കാതെ വലഞ്ഞു. സിസിടിവി ഓപ്പറേറ്റർമാരും ടെക്നീഷ്യന്മാരും മണിക്കൂറുകൾ പരിശ്രമിച്ചാണ് സിഗ്നൽ വിതരണം പുനഃസ്ഥാപിച്ചത്. മുന്നറിയിപ്പില്ലാതെ കേബിളുകൾ മുറിച്ചതിൽ ഓപ്പറേറ്റർമാർ നിർമ്മാണ ചുമതലയുള്ള ഉദ്യോഗസ്ഥന്മാരോട് പ്രതിഷേധം അറിയിച്ചു. ഫൈബർ കേബിളുകൾ മുറിച്ചതുമൂലം സിസിടിവിക്കും കേരള വിഷനും വൻ സാമ്പത്തിക നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. പ്രദേശത്തെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ മുന്നറിയിപ്പില്ലാതെ മുറിച്ചതിൽ വ്യാപക പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. അന്തരിച്ച പതിയാരം സെന്റ് ജോസഫ് പള്ളി വികാരി ഫാദർ ലിയോ പുത്തൂരിന്റെ ഭൗതിക ശരീരം പള്ളിയിൽ പൊതുദർശനത്തിന് വെച്ചു. ഭൗതിക ശരീരത്തിൽ ഇടവക വിശ്വാസികളും ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും അന്തിമോപചാരം അർപ്പിച്ചു. തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ഫാദർ ജോസ് കോനിക്കര ഒപ്പീസ് കർമ്മത്തിന് നേതൃത്വം നൽകി. എരുമപ്പെട്ടി ഫൊറോന വികാരി ഫാദർ ജോഷി യാളൂർ, ഫാദർ സാജൻ മാറോക്കി, ഫാദർ ഡിക്സൺ കൊളമ്പ്രത്ത്, ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത് എന്നിവർ സഹകാർമ്മികരായിരുന്നു. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, CPM ജില്ലാ കമ്മിറ്റി അംഗം M ബാലാജി, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ MM സലീം, ഡോക്ടർ VC ബിനോജ്, പഞ്ചായത്ത് മെമ്പർമാരായ സുധീഷ് പറമ്പിൽ, AK ജോസ്, MC ഐജു, സുമന സുഗതൻ, സ്വപ്ന പ്രദീപ്, റീന വർഗീസ് തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് ഭൗതിക ശരീരം തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പ്രത്യേകം സജ്ജമാക്കിയ മുറിയിൽ അച്ഛന്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചു. വെള്ളിയാഴ്ച രാവിലെ 7:30 തൃശൂർ സെന്റ് ജോസഫ് പ്രീസ്റ്റ് ഹോമിലെ ദിവ്യബലിക്ക് ശേഷം ഭൗതിക ശരീരം പെരിഞ്ചേരിയിലെ സ്വവസതിയിലേക്ക് കൊണ്ടുപോകും. ഉച്ചകഴിഞ്ഞ് 2:30 പെരിഞ്ചേരി പള്ളിയിൽ മൃതസംസ്കാര ശുശ്രൂഷയ്ക്ക് ശേഷം സംസ്കാരം നടക്കും. സംസ്ഥാന സർക്കാരിന്റെ വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ഈ മാസം 18 മുതൽ 24 വരെ തൃശൂരിൽ സംഘടിപ്പിക്കുന്ന എന്റെ കേരളം വിജയകരമായ നടത്തിപ്പിനായി ഗുരുവായൂർ നിയോജക മണ്ഡല തലത്തിൽ സംഘാടക സമിതി യോഗം ചേർന്നു. MLA NK അക്ബറിന്റെ അധ്യക്ഷതയിൽ ചാവക്കാട് നഗരസഭ കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. സംഘാടക സമിതി യോഗത്തിൽ ചാവക്കാട് നഗരസഭ ചെയർപേഴ്സൺ ശ്രീമതി ഷീജ പ്രശാന്ത്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നബീസക്കുട്ടി വലിയകത്ത്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ TV സുരേന്ദ്രൻ, വിജിത സന്തോഷ്, ബിന്ദു സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. യുവാവിനെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പാഞ്ഞാൾ പൈങ്കുളം ഉന്നത്തൂർ മാരിയമ്മ കോവിലിന് സമീപം താമസിക്കുന്ന കരിയർക്കോട് വീട്ടിൽ ശിവന്റെ മകൻ 27 വയസ്സുള്ള ജിഷ്ണുവിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചെറുതുരുത്തി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പോസ്റ്റർ നിർമ്മാണ മത്സരത്തിൽ G. കൃതീഷിന് ദേശീയ അംഗീകാരം. ഇന്ത്യൻ നാഷണൽ ട്രസ്റ്റ് ഫോർ ആർട്ട് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് അഖിലേന്ത്യാ തലത്തിൽ സംഘടിപ്പിച്ച പോസ്റ്റർ രചനാ മത്സരത്തിലാണ് പോട്ടൂർ മുൻഷി ഭവൻസ് കുലവതി വിദ്യാമന്ദിർ 7ാം ക്ലാസ് വിദ്യാർത്ഥി G. കൃതീഷ് വിജയിയായത്. സെലിബ്രേറ്റിംഗ് ഇന്ത്യ എന്ന വിഷയത്തെ ആസ്പദമാക്കി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 9,000-ലധികം എൻട്രികളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട 11 പേരിൽ ഒരാളാണ് കൃതീഷ്. വിജയികൾക്ക് ജൂലൈയിൽ ഡൽഹിയിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. CPI ഇരിങ്ങാലക്കുട മണ്ഡലം സമ്മേളനം 17, 18, 19 തീയതികളിൽ എടത്തിരുത്തിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 17-ന് ഉച്ചതിരിഞ്ഞ് മണ്ഡലത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള പതാക ജാഥയും ബാനർ ജാഥയും കൊടിമര ജാഥയും പടിയൂർ പഞ്ചായത്തിന്റെ 25 കേന്ദ്രങ്ങളിൽ നിന്നുള്ള സ്മൃതി പതാക ജാഥകളും സമ്മേളനവേദിയിൽ എത്തിച്ചേരും. തുടർന്ന് ജന്മശതാബ്ദി സമ്മേളനം CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം K. പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്യും. 18-ന് രാവിലെ 10 മണിക്ക് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മണ്ഡലം സെക്രട്ടറി P. മണി, സംഘാടക സമിതി കൺവീനർ BR രമേശ്, ട്രഷറർ TV വിപിൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.
മറ്റത്തൂർ ഇറിഗേഷൻ ബ്രാഞ്ച് കനാലിൽ വെള്ളം തുറന്നുവിട്ടാൽ മറ്റെല്ലാവരും ആഹ്ലാദിക്കുമ്പോൾ മോനോഡിയിലെ ഒരു കുടുംബം മാത്രം വിഷമത്തിലാകും. മോനോഡിയിൽ താമസിക്കുന്ന ബിനോയുടെ കുടുംബത്തിനാണ് കനാൽ വെള്ളം ദുരിതം സമ്മാനിക്കുന്നത്. വെള്ളം കവിയാതിരിക്കാൻ കനാൽ ബണ്ടിൽ കോൺക്രീറ്റ് ഭിത്തി നിർമ്മിച്ചതിനിടയിലൂടെ ചോർന്നൊഴുകിയെത്തുന്ന വെള്ളം വീടിന് ചുറ്റും തളം കെട്ടുന്നതാണ് ഈ കുടുംബത്തിന് തലവേദനയാകുന്നത്. ഞങ്ങൾക്ക് ഇപ്പോൾ കനാലില് ഫുള്ള് വെള്ളം വിട്ട് കഴിഞ്ഞാല് വീടിന്റെ മുറ്റം നിറയെ വെള്ളമാണ്. ഇവിടെ പിള്ളേരും പിന്നെ പ്രായ അമ്മയൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ നടക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. മുഴുവൻ വെള്ളം അങ്ങ് അടുക്കള ഭാഗത്ത് വരേക്കിനും ഞങ്ങൾക്ക് വെള്ളം കയറും. അപ്പൊ ഇതിന് എന്താന്ന് വെച്ചാൽ വേണ്ട നടപടി എടുക്കണം. ഇതില്ലെങ്കിൽ ഞങ്ങളുടെ ആകെ കഷ്ടത്തിലാവും മൊത്തം എല്ലാ കാര്യവും. വെള്ളം കാരണം ഇവിടെ മുഴുവൻ തിണ്ടൊക്കെ മുഴുവൻ പൊട്ടി അവിടെയൊക്കെ വലിയ ഹോളായിട്ട് ഇതാക്കിയിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് ആകെ മൊത്തം ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഒരു 3-4 ദിവസം വെള്ളം ഇങ്ങനെ നിർത്തും. അപ്പോൾ ഇത്രയും ദിവസം ഞങ്ങളുടെ നടക്കലിൽ വരെയും വെള്ളമാണ്. ഞങ്ങൾക്ക് നടക്കാനോ അല്ലെങ്കിൽ വല്ല വണ്ടി കൊണ്ടുപോകാനോ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ബണ്ട് കവിഞ്ഞൊഴുകുന്നത് പരിസരത്തെ കുടുംബങ്ങൾക്ക് ഭീഷണിയായ സാഹചര്യത്തിലാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ 2 അടിയോളം കനാൽ ബണ്ട് ഉയർത്തിക്കെട്ടിയത്. എന്നാൽ നിർമ്മാണത്തിലെ അപാകത മൂലം ഏറെ വൈകാതെ കോൺക്രീറ്റ് ഭിത്തിയിൽ വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടു. ഇതിനിടയിലൂടെ ചോർന്നൊഴുകിയെത്തുന്ന വെള്ളം വീട്ടുപറമ്പിൽ കെട്ടിക്കിടക്കും. വീടിന്റെ സുരക്ഷയ്ക്ക് ഇത് ഭീഷണിയാണെന്ന് വീട്ടുകാർ പറയുന്നു. കനാലിൽ വെള്ളം നിറയുമ്പോഴെല്ലാം വീട്ടുമുറ്റത്ത് വെള്ളം കെട്ടിനിൽക്കുന്നതിനാൽ കൊതുക് ശല്യവും രൂക്ഷമാണ്. വീട്ടിലെ പ്രായം ചെന്നവർക്കും കുട്ടികൾക്കും പുറത്തിറങ്ങാൻ ഇത് പ്രയാസവും സൃഷ്ടിക്കുന്നുണ്ട്. എത്രയും വേഗം അറ്റകുറ്റപ്പണി നടത്തി ഈ ദുരിതത്തിൽ നിന്ന് മോചനം നൽകണമെന്നാണ് ആവശ്യപ്പെടുന്നത്. TCV കൊടകര. സംസ്ഥാനത്തെ 1-ാം ക്ലാസ് അധ്യാപകർക്ക് സൂംബ ഡാൻസ് പരിശീലനം. കുട്ടികളുടെയും അധ്യാപകരുടെയും മാനസിക ഉല്ലാസം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് സൂംബ ഡാൻസ് പരിശീലനം നൽകുന്നത്. കൊടുങ്ങല്ലൂർ BRCക്ക് കീഴിൽ GMB HSS ഇരിങ്ങാലക്കുട, KKTM GHSS കൊടുങ്ങല്ലൂർ, THS കൊടുങ്ങല്ലൂർ എന്നീ 3 കേന്ദ്രങ്ങളിലായി 450 അധ്യാപകരാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നത്. 5 ദിവസങ്ങളിലായാണ് പരിശീലനം. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് JB മേത്തർ നയിക്കുന്ന സാഹസ് യാത്രയ്ക്ക് വേലൂർ പഞ്ചായത്തിൽ സ്വീകരണം നൽകി. മുൻ MP രമ്യ ഹരിദാസ് സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് വേലൂർ മണ്ഡലം പ്രസിഡന്റ് ഫബിത ജയൻ അധ്യക്ഷയായി. സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ, കൊടുങ്ങല്ലൂർ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പ്രമ്പിൽ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സഫീന ആസീസ്, ജില്ലാ ഭാരവാഹികളായ വിജിനി ഗോപി, KR രാധിക, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഫ്രെഡി ജോൺ, PP രാമചന്ദ്രൻ, ജോസ് ഒലക്കെങ്കിൽ, PP യേശുദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഒരു സംശയവും വേണ്ട, ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെതിരെയാണ് നമ്മൾ വിരൽ ചൂണ്ടുന്നത്. കേരളത്തിലെ അമ്മമാരുടെ കണ്ണ്. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് JB മേത്തർ നയിക്കുന്ന സാഹസ് യാത്രയ്ക്ക് എരുമപ്പെട്ടിയിൽ സ്വീകരണം നൽകി. AICC മെമ്പർ നെയ്യാറ്റിൻകര സനൽ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് അനിത വിൻസെന്റ് അധ്യക്ഷയായി. മുൻ MP രമ്യ ഹരിദാസ്, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സഫീന ആസീസ്, ജില്ലാ ഭാരവാഹികളായ KR രാധിക, വിനോദിനി പാലക്കൽ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ്, PS സുനീഷ്, NK കബീർ തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീമതി T നിർമ്മല, മഹിളാ കോൺഗ്രസ് ഈ യാത്രയിൽ കടന്നു വന്നിട്ടുള്ള മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീമതി ഷഫീന, മണ്ഡലം മഹിളാ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ്. വെങ്കടങ്ങ് പഞ്ചായത്തിൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം നടന്നു. പഞ്ചായത്തിൽ അപേക്ഷ നൽകിയ വ്യക്തിഗത ഗുണഭോക്താക്കളുടെ മുൻഗണനാ പട്ടിക തയ്യാറാക്കുന്നതിന്റെ ഭാഗമായാണ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് മുംതാസ് റസാഖ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബെന്നി ആന്റണി, വൈസ് പ്രസിഡന്റ് മുംതാസ് റസാഖ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AT അബ്ദുൾ മജീദ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പൂർണിമ നിഖിൽ തുടങ്ങിയവർ സംസാരിച്ചു. കർഷക കോൺഗ്രസ് മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി മുല്ലശ്ശേരി കൃഷിഭവൻ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. കേര കർഷകരുടെ വികസനത്തിനു വേണ്ടി ലോകബാങ്കിൽ നിന്ന് ലഭിച്ച 1300 കോടി രൂപ വകമാറ്റി ചെലവഴിച്ച പിണറായി സർക്കാരിന്റെ നടപടിക്കെതിരെയായിരുന്നു പ്രതിഷേധം. DCC സെക്രട്ടറി PK രാജൻ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് മണലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബാബുരാജ് കർണങ്കോട്ട് അധ്യക്ഷത വഹിച്ചു. കർഷക കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറി ജെയിംസ് ചിറ്റിലപ്പള്ളി, പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി, കോക്കനട്ട് സൊസൈറ്റി പ്രസിഡന്റ് പ്രസാദ് പണിക്കൻ, പഞ്ചായത്ത് മെമ്പർമാരായ ക്ലമൻ ഫ്രാൻസിസ്, സുനീതി അരുൺകുമാർ തുടങ്ങിയവർ സംസാരിച്ചു.
ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വെങ്കടങ്ങ് പഞ്ചായത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പാടൂരിന്റെ വിവിധ മേഖലകളിൽ റോഡ് സേഫ്റ്റി മിററുകൾ സ്ഥാപിച്ചു. പാടൂർ കൈതമുക്ക് സെന്ററിൽ സ്ഥാപിച്ച കോൺവെക്സ് മിറർ പാവറട്ടി SHO ആന്റണി ജോസഫ് നെറ്റോ പൊതുജനങ്ങൾക്കായി സമർപ്പിച്ചു. നിരന്തരം റോഡ് അപകടങ്ങൾ സംഭവിക്കുന്ന കൈതമുക്ക് സെന്ററിലും GMUP സ്കൂളിന്റെ പരിസരത്തുമാണ് കോൺവെക്സ് മിററുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. കൈതമുക്കിൽ ചേർന്ന പൊതുയോഗത്തിൽ മുസ്ലിം ലീഗ് വെങ്കടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് PM മുഹസിൻ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് RA അബ്ദുൾ മനാഫ്, മുസ്ലിം ലീഗ് മളയൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് സമീർ തങ്ങൾ, ഷറഫുദ്ദീൻ മാട്ടുമൽ തുടങ്ങിയവർ സംസാരിച്ചു. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി കൊടുങ്ങല്ലൂർ നഗരസഭയിൽ എൻഫോഴ്സ്മെന്റ് ശക്തമാക്കുന്നതിനായി 14 ലക്ഷം രൂപ ചെലവഴിച്ചു വാങ്ങിയ ഹെൽത്ത് സ്ക്വാഡ് വാഹനം നിരത്തിലിറക്കി. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത ഫ്ളാഗ് ഓഫ് ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KS കൈസാബ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ LC പോൾ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷീല പണിക്കശ്ശേരി, പ്രതിപക്ഷ നേതാവ് സജീവൻ തുടങ്ങിയവർ പങ്കെടുത്തു. കയ്പമംഗലം തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് പീപ്പിൾസ് ഫൗണ്ടേഷനുമായി സഹകരിച്ച് നിർധന കുടുംബങ്ങൾക്കായി നിർമ്മിച്ച വീടുകളുടെ താക്കോൽ ദാനം ശനിയാഴ്ച നടക്കും. പടിയൂർ കാക്കാതിരുത്തിയിലാണ് 6 വീടുകൾ നിർമ്മിച്ചിട്ടുള്ളത്. വൈകിട്ട് 4:30 ചളിങ്ങാട് ദിയ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ET ടൈസൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ജമാഅത്തെ ഇസ്ലാമി കേരള അസിസ്റ്റന്റ് അമീർ MK മുഹമ്മദ് അലി താക്കോൽ ദാനം നിർവഹിക്കും. പറപ്പൂക്കര വിശുദ്ധ ജോൺ നെബുംസാൻ ഫൊറോന പള്ളിയിലെ വിശുദ്ധ ലോന മുത്തപ്പന്റെ തിരുനാളിനോടനുബന്ധിച്ചുള്ള കൂടുതുറക്കൽ ശുശ്രൂഷ ഭക്തിസാന്ദ്രമായി. ദീപബലിക്ക് ഫാദർ പോൾ തേക്കാനത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് യൂണിറ്റുകളിൽ നിന്നുള്ള 5 പ്രദക്ഷിണങ്ങൾ പള്ളിയിൽ എത്തിച്ചേർന്നു. തുടർന്ന് ഗജവീരന്മാർ ആചാരം ചെയ്ത് അണിനിരന്നു. കൂടുതുറക്കൽ ശുശ്രൂഷയും തിരുമുടി എഴുന്നള്ളിപ്പും നടന്നു. വികാരി ഫാദർ റാഫേൽ പഞ്ഞിക്കാരൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ ആൽബിൻ പുതുശ്ശേരി, ജനറൽ കൺവീനർ സൈമൺ ജോൺ പുതുപ്പള്ളി പറമ്പിൽ, ട്രസ്റ്റിമാരായ ജോസ് തട്ല, ജോസ് തെക്കേത്തല, സെക്രട്ടറി റജിൻ പാലത്തിങ്കൽ എന്നിവർ നേതൃത്വം നൽകി. പുലരി ചിൽഡ്രൻസ് വേൾഡും സാഹിതി കിഡ്സ് വേൾഡും സംയുക്തമായി ചീറൂർ സാഹിതിയിൽ ദ്വിദിന ക്യാമ്പ് സംഘടിപ്പിച്ചു. എഴുത്തുകാരായ ഉത്തര നിഖിൽ, ഭദ്ര, അമയ, ആര്യൻ, പ്രദീപ് എന്നീ കുട്ടികൾ ചേർന്ന് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ KG വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു. ബാലസാഹിത്യകാരൻ CR ദാസ്, K ഉണ്ണികൃഷ്ണൻ, താര അതിയടത്ത്, E നാരായണൻ കോലഴി, P വിനോദ് എന്നിവർ സംസാരിച്ചു. വിവിധ വിഷയങ്ങളിൽ BS ഗിരീശൻ, നഫീസത്ത് BV, ശരത്, KM വീണ എന്നിവർ ക്ലാസുകൾ നയിച്ചു. നാരായണൻ കോലഴി, അപർണ ബാലകൃഷ്ണൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. യുദ്ധത്തിനും മയക്കുമരുന്ന് ഉപയോഗത്തിനുമെതിരെ ആഹ്വാനം നൽകുന്ന നാടകത്തോടെയാണ് ക്യാമ്പ് സമാപിച്ചത്. ഇനി സ്വർണ്ണ പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8610 രൂപ, പവന് 68,880 രൂപ. വെള്ളി ഗ്രാമിന് 107 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3401 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. ഉന്നാ ശ്രീ അയ്യപ്പ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ ഏടഞ്ഞാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ യുവാവ് മരിച്ചു. മുതോട്ടൂർ സ്വദേശി നിസാമാണ് മരിച്ചത്. ദേശീയപാത ആമ്പലൂരിൽ വൻ ഗതാഗതക്കുരുക്ക്. അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണമാണ് ഗതാഗതക്കുരുക്കിനിടയാക്കിയത്. പ്രതിഷേധത്തെ തുടർന്ന് അടച്ച U-ടേൺ തുറന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മുഖമുദ്ര സ്ത്രീ വിരുദ്ധതയാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. സൈനിക മേധാവി കേണൽ സോഫിയ ഖുറേഷിയെ BJP മന്ത്രി അപമാനിച്ച സംഭവം കേന്ദ്ര സർക്കാരിന്റെ സ്ത്രീ വിരുദ്ധതയ്ക്ക് ഉദാഹരണമാണെന്നും രമേശ് ചെന്നിത്തല.
പീച്ചി ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് ചെളിയിൽ കുടുങ്ങിയ കാട്ടാനക്കുട്ടി ചെരിഞ്ഞു. കാട്ടാനക്കുട്ടിയെ രക്ഷിക്കുന്നതിനായി വനംവകുപ്പും നാട്ടുകാരും നടത്തിയ ശ്രമം വിഫലം. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ വലിയ വിളക്ക് വെള്ളിയാഴ്ച ആഘോഷിക്കും. പള്ളിവേട്ട ശനിയാഴ്ച. പന്നിത്തടത്ത് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി മുന്നറിയിപ്പില്ലാതെ കിഫ്ബി കമ്പനി ജീവനക്കാർ കേരള വിഷന്റെ ഫൈബർ കേബിളുകൾ മുറിച്ചു. മേഖലയിലെ ഇന്റർനെറ്റിന്റെയും CCTVയുടെയും സിഗ്നൽ വിതരണം തടസ്സപ്പെട്ടു. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം.